ഹായ് ഓൾ, ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ക്ലാസ്സുകൾ ഇട്ടിട്ട് കുറച്ച് ദിവസങ്ങളായി. ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ടാണ് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യാൻ പറ്റാതെ വന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തെക്കുറിച്ചാണ് പറയുന്നത്. ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും നമുക്ക് കാണാം ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തെക്കുറിച്ചും റഷ്യൻ വിപ്ലവം, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, ചൈനീസ് വിപ്ലവമൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്ക് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തെക്കുറിച്ചൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. നോക്കിക്കേ, മാഗ്ന കാർട്ട. എന്താണ് മാഗ്ന കാർട്ട? ലോകത്തിലെ ആദ്യ അവകാശ പത്രമാണ് മാഗ്ന കാർട്ട. മാഗ്ന കാർട്ട എന്താണ്? ലോകത്തിലെ ആദ്യ അവകാശ പത്രം. ഇമ്പോർട്ടൻ്റ് ആണ്. ലോകത്തിലെ ആദ്യ അവകാശ പത്രമാണ് എന്ത്? മാഗ്ന കാർട്ട എന്ന് പറയുന്നത്. ലോകത്തിലെ ആദ്യ അവകാശ പത്രമായ മാഗ്ന കാർട്ടയിൽ ഒപ്പുവെച്ചത് ആരാണ്? ജോൺ സെക്കൻഡ്, ജോൺ രണ്ടാമൻ രാജാവാണ് ലോകത്തിലെ ആദ്യ അവകാശ പത്രമായ മാഗ്ന കാർട്ടയിൽ ഒപ്പുവെച്ചത്. ലോകത്തിൽ ആദ്യമായി നിയമപരിരക്ഷയിൽ എഴുതപ്പെട്ട പ്രമാണമാണ് മാഗ്ന കാർട്ട. ലാറ്റിൻ പദമായ മാഗ്ന കാർട്ട ലിബറേറ്റർ എന്നതിൻ്റെ അർത്ഥം സ്വാതന്ത്ര്യത്തിൻ്റെ വലിയ ഉടമ്പടി അല്ലെങ്കിൽ മഹത്തായ ഉടമ്പടി, സ്വാതന്ത്ര്യത്തിൻ്റെ മഹത്തായ ഉടമ്പടി എന്നാണ്. അപ്പം മാഗ്ന കാർട്ടയുടെ അർത്ഥം എന്താ വരുന്നത്? അത് സ്വാതന്ത്ര്യത്തിൻ്റെ വലിയ ഉടമ്പടി അല്ലെങ്കിൽ മഹത്തായ ഉടമ്പടി എന്നാണ്. ഈ വാക്ക് ലാറ്റിൻ പദമാണ്. മാഗ്ന കാർട്ട എന്ന വാക്ക് എന്താണ്? അതൊരു ലാറ്റിൻ പദമാണ്. ആധുനിക രാജ്യങ്ങളെ ഭരണഘടനയിൽ അധിഷ്ഠിതമായ സർക്കാർ സംവിധാനത്തിലേക്ക് നയിച്ച അവകാശപത്രമായി പരിഗണിക്കുന്നതാണ് മാഗ്ന കാർട്ട. ആധുനിക രാജ്യങ്ങളെ ഭരണഘടനയിൽ അധിഷ്ഠിതമായ സർക്കാർ സംവിധാനത്തിലേക്ക് നയിച്ച അവകാശപത്രമായിട്ട് മാഗ്ന കാർട്ടയെ പരിഗണിക്കുന്നു. ബ്രിട്ടീഷ് ഭരണഘടനയുടെ ബൈബിൾ എന്നറിയപ്പെടുന്നു. മാഗ്ന കാർട്ട എങ്ങനെ അറിയപ്പെടുന്നു? ബ്രിട്ടീഷ് ഭരണഘടനയുടെ ബൈബിൾ എന്നാണ് അറിയപ്പെടുന്നത്. ജോൺ രണ്ടാമൻ രാജാവ് മാഗ്ന കാർട്ടയിൽ ഒപ്പുവെച്ചത് AD 1215 ജൂൺ 15 റണ്ണിമീഡ് മൈതാനത്ത് വെച്ചാണ്. അപ്പം മാഗ്ന കാർട്ടയിൽ ഒപ്പുവെച്ച രാജാവ് ആരാണ്? അത് ജോൺ രണ്ടാമനാണ്. എന്നാണ് ഒപ്പുവെച്ചത്? AD 1215 ജൂൺ 15. എവിടെ വെച്ച് ഒപ്പുവെക്കുന്നു? റണ്ണിമീഡ് മൈതാനത്ത് വെച്ചാണ് ഒപ്പുവെക്കുന്നത്. ഇനി ശരീരം ഹാജരാക്കുക എന്ന അർത്ഥം വരുന്ന ഹേബിയസ് കോർപ്പസ് നിയമം ആദ്യമായി ഉപയോഗിച്ചത് മാഗ്ന കാർട്ടയിലാണ്. അപ്പം ഹേബിയസ് കോർപ്പസ് നിയമം ആദ്യമായി ഉപയോഗിച്ചത് എവിടെയാണ്? അത് മാഗ്ന കാർട്ടയിലാണ്. ഹേബിയസ് കോർപ്പസ് എന്നതിൻ്റെ അർത്ഥം എന്താണ്? ശരീരം ഹാജരാക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അതായത് അന്യായമായി തടവിലാക്കപ്പെട്ട ഒരു വ്യക്തിയെ വിട്ടുകിട്ടാൻ ഉപയോഗിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. ഹേബിയസ് കോർപ്പസ് എന്താണ്? അന്യായമായി തടവിലാക്കപ്പെട്ട ഒരു വ്യക്തിയെ വിട്ടുകിട്ടാൻ ഉപയോഗിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ് റിട്ട്. ഇനി ഇവിടെ പറയുന്നത് ശതവത്സര യുദ്ധത്തെക്കുറിച്ചാണ്. എന്താണ് ശതവത്സര യുദ്ധം? യൂറോപ്പിലെ ശതവത്സര യുദ്ധത്തിൽ ഏറ്റുമുട്ടിയ രാജ്യങ്ങളാണ് ഇംഗ്ലണ്ട്, ഫ്രാൻസ്. എവിടെയാണ്? യൂറോപ്പിൽ നടക്കുന്നു. ഏതൊക്കെ രാജ്യങ്ങളാണ്? ഇംഗ്ലണ്ടും ഫ്രാൻസുമാണ് ശതവത്സര യുദ്ധത്തിൽ ഏറ്റുമുട്ടിയത്. ശതവത്സര യുദ്ധത്തിൻ്റെ കാലഘട്ടം 1377 മുതൽ 1453 വരെയുള്ള കാലഘട്ടമാണ്. അപ്പോൾ ശതവത്സര യുദ്ധത്തിൻ്റെ കാലഘട്ടം 1377 മുതൽ 1453 വരെയുള്ള കാലഘട്ടം. അപ്പോൾ യൂറോപ്പിൽ ശതവത്സര യുദ്ധം നടക്കുന്നു. ഈ ശതവത്സര യുദ്ധത്തിൽ ഏറ്റുമുട്ടിയ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് ഇംഗ്ലണ്ട്, ഫ്രാൻസ്. 1377 മുതൽ 1453 വരെയാണ് ഈ ശതവത്സര യുദ്ധം നടക്കുന്നത്. ശതവത്സര യുദ്ധത്തിൽ ഫ്രാൻസിലെ ഓർലയൻസ് നഗരത്തെ സംരക്ഷിക്കാൻ മുന്നോട്ട് വന്ന ബാലികയാണ് ജോവാൻ ഓഫ് ആർക്ക്. ആരാണ്? ശതവത്സര യുദ്ധത്തിൽ ഫ്രാൻസിലെ ഓർലയൻസ് നഗരത്തെ സംരക്ഷിക്കാൻ വേണ്ടി മുന്നോട്ട് വന്ന ബാലികയാണ് ജോവാൻ ഓഫ് ആർക്ക്. മെയ്ഡ് ഓഫ് ഓർലയൻസ്, ഓർലയൻസിൻ്റെ കന്യക എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ജോവാൻ ഓഫ് ആർക്കാണ്. ശതവത്സര യുദ്ധത്തിൽ ജീവനോടെ അഗ്നിക്കിരയാക്കപ്പെട്ട ഫ്രഞ്ച് വനിതയാണ് ആര്? ജോവാൻ ഓഫ് ആർക്ക്. അപ്പോൾ ജോവാൻ ഓഫ് ആർക്ക് എന്താണ്?
ആ ലേഡി അല്ലെങ്കിൽ ഓർലൈൻസിൻ്റെ കന്യക എന്നാണ്. ഓർലൈൻസ് നഗരത്തെ സംരക്ഷിക്കാൻ വേണ്ടി മുൻപോട്ട് വന്ന് അവരെ ജീവനോടെ അഗ്നിക്കിരയാക്കുന്നു. അവരൊരു ഫ്രഞ്ച് വനിതയായിരുന്നു. പേരെന്താണ്? ജോവാൻ ഓഫ് ആർക്ക് എന്നാണ്. ഏത് വർഷമാണ്? ശതവത്സര യുദ്ധം നമ്മൾ പറഞ്ഞു 1377 മുതൽ 1453 വരെയാണെന്ന് പറഞ്ഞു അല്ലേ, ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിൽ. അപ്പം ഈ ജോവാൻ ഓഫ് ആർക്കിനെ അഗ്നിക്കിരയാക്കുന്നത് 1433 സോറി 1431 1431. അപ്പോൾ ഈ ജോവാൻ ഓഫ് ആർക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ജോവാൻ ഓഫ് ആർക്ക് ഏത് യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഏതാണ് അത്? നമ്മൾ ഉത്തരം ഏത് വരുന്നു? ശതവത്സര യുദ്ധമാണ് കേട്ടോ വരുന്നത്. ഉത്തരം എന്താണ്? ശതവത്സര യുദ്ധം. ശതവത്സര യുദ്ധശേഷം ഇംഗ്ലണ്ടിലെ പ്രബലമായ രാജവംശമായിരുന്നു ട്യൂഡർ രാജവംശം. അപ്പം ശതവത്സര യുദ്ധത്തിന് ശേഷം ഇംഗ്ലണ്ടിലെ പ്രബലമായ രാജവംശം ഏതാണ്? അത് ട്യൂഡർ രാജവംശമാണ്. 1485 മുതൽ 1603 വരെയാണ് ഇവർ ഭരിക്കുന്നത്. ട്യൂഡർ ഭരണത്തിന് തുടക്കം കുറിച്ചത് ഹെൻറി ഏഴാമനാണ്. ട്യൂഡർ ഭരണത്തിന് തുടക്കം കുറിച്ചത് ആരാണ്? ഹെൻറി ഏഴാമൻ. ട്യൂഡർ വംശത്തിന് ശേഷം അധികാരത്തിലേറിയ സ്റ്റുവർട്ട് രാജവംശം. ട്യൂഡർ വംശം വന്നു ശതവത്സര യുദ്ധത്തിന് ശേഷം. അതിനുശേഷം ഈ ട്യൂഡർ വംശത്തിന് ശേഷം വരുന്നതാണ് സ്റ്റുവർട്ട് രാജവംശം. സ്റ്റുവർട്ട് രാജാക്കന്മാർ ഫ്യൂഡൽ ആശയങ്ങളുടെ വക്താക്കളും പ്രതിനിധികളുമായിരുന്നു. ഈ കാലഘട്ടത്തിലെ സാമൂഹിക പശ്ചാത്തലത്തെക്കുറിച്ചാണ് ഇനി നമ്മൾ നോക്കുന്നത്. ഇംഗ്ലീഷ് ചരിത്രത്തിലെ പ്രധാനികളായ സ്റ്റുവർട്ട് ഭരണാധികാരികളായിരുന്നു ജെയിംസ് ഒന്നാമനും ചാൾസ് ഒന്നാമനും. രാജാധികാരത്തിൻ്റെ മുഖമുദ്രയായി കണക്കാക്കിയത് രാജാവിൻ്റെ അധികാരങ്ങൾ ദൈവത്വമാണ് എന്നാണ്. ബിഷപ്പില്ലെങ്കിൽ രാജാവുമില്ല എന്ന് അഭിപ്രായപ്പെട്ട ഇംഗ്ലണ്ടിലെ ഭരണാധികാരിയാണ് ജെയിംസ് ഒന്നാമൻ. ബിഷപ്പില്ലെങ്കിൽ രാജാവുമില്ല എന്ന് അഭിപ്രായപ്പെട്ട ഇംഗ്ലണ്ടിലെ ഭരണാധികാരി ആരാണ്? ജെയിംസ് ഒന്നാമനാണ്. 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം മുതൽ ഇംഗ്ലണ്ട് പ്രധാന സാമ്പത്തിക ശക്തിയാവാൻ കാരണം വാണിജ്യ വ്യാപാര ബന്ധങ്ങളായിരുന്നു. അപ്പോൾ 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനമായപ്പോഴേക്കും ഇംഗ്ലണ്ട് പ്രധാന സാമ്പത്തിക ശക്തികളായി മാറുന്നു. ഇതിൻ്റെ കാരണം എന്താണ്? വാണിജ്യ വ്യാപാര ബന്ധങ്ങളായിരുന്നു. വാണിജ്യ വ്യാപാര ബന്ധങ്ങൾ വഴി കൈവരിച്ച മുന്നേറ്റങ്ങളുടെ ഫലമായി ഇംഗ്ലണ്ടിൽ ഒരു മധ്യവർഗം ഉയർന്നു വരുന്നു. ലോകത്തിലെ ആദ്യത്തെ പാർലമെന്റ് രൂപീകൃതമാകുന്നത് ഇംഗ്ലണ്ടിലാണ്. എവിടെയാണ് ലോകത്തിലെ ആദ്യത്തെ പാർലമെന്റ് രൂപീകൃതമാകുന്നത്? ഇംഗ്ലണ്ടിലാണ് ലോകത്തിലെ ആദ്യത്തെ പാർലമെന്റ്. ഓർത്തിരുന്നോളാം, ലോകത്തിലെ ആദ്യത്തെ പാർലമെന്റ് എവിടെയാണ് നിലവിൽ വരുന്നത്? ഇംഗ്ലണ്ടിൽ. പാർലമെൻറ്റുകളുടെ മാതാവ് എന്നറിയപ്പെടുന്നതോ? അത് ബ്രിട്ടീഷ് പാർലമെൻറ്റാണ്. അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ പാർലമെൻറ്റ് ഇംഗ്ലണ്ട്, പാർലമെൻറ്റുകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ബ്രിട്ടീഷ് പാർലമെൻറ്റ്. ഇംഗ്ലണ്ടിൽ പാർലമെൻറ്റ് രൂപീകൃതമായ സമയത്തെ രാജാവായിരുന്നു ഹെൻറി മൂന്നാമൻ. അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൽ പാർലമെൻറ്റ് രൂപീകരിച്ച രാജാവ് ആരെന്ന് ചോദിച്ചാലും ആരാണ്? ഹെൻറി മൂന്നാമനാണ്. അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ പാർലമെൻറ്റ് എവിടെയാണ്? ഇംഗ്ലണ്ടിൽ. അത് രൂപീകരിച്ചത് ആരാണ്? ഹെൻറി മൂന്നാമൻ. മധ്യവർഗത്തിൻ്റെ താൽപ്പര്യങ്ങൾക്ക് അനുകൂലമായി നിയമങ്ങൾ പാസാക്കിയത് ഇംഗ്ലീഷ് പാർലമെൻ്റ് ആയിരുന്നു. ഫ്യൂഡൽ വക്താക്കളായിരുന്ന രാജാക്കന്മാർ പാർലമെൻറ്റിനു മേൽ ആധിപത്യം സ്ഥാപിക്കാൻ നടത്തിയ ശ്രമങ്ങളും ഭരണഘടനാ തർക്കങ്ങൾക്ക് കാരണമായി. രാജാവിൻ്റെ സൈന്യവും പാർലമെൻറ്റ് സൈന്യവും തമ്മിലുള്ള ആഭ്യന്തര യുദ്ധം ആരംഭിച്ച വർഷം 1624. രാജാവിൻ്റെ സൈന്യവും പാർലമെൻറ്റ് സൈന്യവും തമ്മിലുള്ള ആഭ്യന്തര യുദ്ധം ആരംഭിക്കുന്നത് 1624. ഇംഗ്ലണ്ടിലെ രാജാവും പാർലമെൻറ്റും തമ്മിൽ തുടർന്ന ഭരണഘടനാ തർക്കത്തിന് മധ്യസ്ഥത വഹിച്ചത് ആംഗ്ലിക്കൻ സഭയും പ്യൂരിറ്റൻ സഭയുമായിരുന്നു. അപ്പോൾ ഇംഗ്ലണ്ടിലെ രാജാവും പാർലമെൻറ്റും തമ്മിൽ തർക്കങ്ങൾ നടക്കുന്നു. ഈ ഭരണഘടനാ തർക്കത്തിന് മധ്യസ്ഥത വഹിക്കുന്നത് ആംഗ്ലിക്കൻ സഭയും പ്യൂരിറ്റൻ സഭയുമാണ്. ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ സ്വേച്ഛാധികാരങ്ങളെ നിയന്ത്രിക്കാൻ പാർലമെൻറ്റ് പാസാക്കിയ പ്രമാണമാണ് പെറ്റീഷൻ ഓഫ് റൈറ്റ്സ്. അപ്പോൾ എന്താണ് പെറ്റീഷൻ ഓഫ് റൈറ്റ്സ്? ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ സ്വേച്ഛാധികാരങ്ങളെ, അതായത്
അദ്ദേഹത്തിന് ഇഷ്ടം പോലെയുള്ള അദ്ദേഹത്തിൻ്റെ സ്വന്തമായ രീതിയിൽ അദ്ദേഹം കാര്യങ്ങൾ ചെയ്യുന്നു. ഇതിനെ നിയന്ത്രിക്കാനായിട്ട് പാർലമെൻറ്റ് പാസ്സാക്കിയ പ്രമാണമാണ് പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്നത്. പെറ്റീഷൻ ഓഫ് റൈറ്റ്സിൽ ഒപ്പുവെച്ച ഭരണാധികാരി ആരാണ്? അത് ചാൾസ് ഒന്നാമനാണ്. അപ്പോൾ സ്റ്റുവർട്ട് രാജാവായ ചാൾസ് ഒന്നാമനാണ് പെറ്റീഷൻ ഓഫ് റൈറ്റ്സിൽ ഒപ്പുവെക്കുന്നത്. പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് എന്താണ്? ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ സ്വേച്ഛാധികാരങ്ങളെ നിയന്ത്രിക്കാൻ പാർലമെൻറ്റ് പാസ്സാക്കിയ പ്രമാണമായിരുന്നു പെറ്റീഷൻ ഓഫ് റൈറ്റ്സ്. പെറ്റീഷൻ ഓഫ് റൈറ്റ്സിൽ ഒപ്പുവെച്ചത് ചാൾസ് ഒന്നാമനാണ്. ആംഗ്ലിക്കൻ സഭയും പ്യൂരിറ്റൻ സഭയും എന്ന് നമ്മൾ പറഞ്ഞു. ഇതിൽ ഈ സ്റ്റുവർട്ട് രാജാക്കന്മാരുടെ നിലപാടുകളോട് ആഭിമുഖ്യം പുലർത്തിയത്, അല്ലെങ്കിൽ ഈ രാജാക്കന്മാരുടെ തീരുമാനങ്ങളോട് ഒപ്പം നിന്നത് ആംഗ്ലിക്കൻ സഭയായിരുന്നു. ഇംഗ്ലണ്ടിലെ മധ്യവർഗങ്ങളോടും പാർലമെൻറ്റിൻ്റെ നിലപാടുകളോടും ആഭിമുഖ്യം പുലർത്തി നിന്നത് പ്യൂരിറ്റൻ സഭയായിരുന്നു. പെറ്റീഷൻ ഓഫ് റൈറ്റ്സിൽ ഒപ്പുവെച്ച വർഷം 1628. ആരാണ്? ചാൾസ് ഒന്നാമൻ. പെറ്റീഷൻ ഓഫ് റൈറ്റ്സിൽ 1628 ചാൾസ് ഒന്നാമൻ ഒപ്പുവെക്കുന്നു. പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ലംഘിക്കുകയും സ്വേച്ഛാധികാരിയായി പാർലമെൻറ്റ് പിരിച്ചുവിടുകയും ചെയ്ത ചാൾസ് ഒന്നാമൻ ഭരണം നടത്തിയ കാലഘട്ടം 1629 മുതൽ 1640 വരെയുള്ള 11 വർഷക്കാലമായിരുന്നു. അപ്പോൾ പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് 1628 ഒപ്പുവെക്കുന്നു. ഇത് സ്വേച്ഛാധികാരിയായി പാർലമെൻറ്റ് പിരിച്ചുവിടുന്നു. ആര്? ചാൾസ് ഒന്നാമൻ. അതിനുശേഷം അദ്ദേഹം സ്വന്തമായി ഭരണം നടത്തുന്നു. പാർലമെൻറ്റും പിരിച്ചുവിടുന്നു, പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ലംഘിക്കുകയും ചെയ്യുന്നുണ്ട് ചാൾസ് ഒന്നാമന്. എന്നിട്ട് അദ്ദേഹം 1629 മുതൽ 1640 വരെ 11 വർഷക്കാലം ഭരണം നടത്തി. 1640 പാർലമെൻറ്റ് വിളിച്ചു ചേർക്കാൻ രാജാവിനെ നിർബന്ധനാക്കിയത് സ്കോട്ട്ലാൻഡുമായിട്ടുള്ള യുദ്ധമായിരുന്നു. അപ്പോൾ 1640 വരെ ഇദ്ദേഹം സ്വന്തമായി സ്വേച്ഛാധികാരിയായി ഭരണം നടത്തുന്നു. 1640 സ്കോട്ട്ലാൻഡുമായി ഉണ്ടായ യുദ്ധത്തെ തുടർന്ന് ഇദ്ദേഹം പാർലമെൻറ്റ് വിളിച്ചു കൂട്ടാൻ നിർബന്ധിതനാകുന്നു. 1629 പാർലമെൻറ്റ് പിരിച്ചുവിട്ടല്ലോ. അപ്പോൾ അതിനുശേഷം ഇദ്ദേഹം പാർലമെൻറ്റ് വിളിച്ചു കൂട്ടാൻ 1640 നിർബന്ധിതനാകുന്നു. ഇതാണ് ലോങ് പാർലമെൻറ്റ്. ചാൾസ് ഒന്നാമൻ അധികാരങ്ങൾ വെട്ടിക്കുറച്ചുകൊണ്ട് അനേകം നിയമങ്ങൾ നിർമ്മിച്ച പാർലമെൻറ്റ് അറിയപ്പെടുന്നതാണ് ലോങ് പാർലമെൻറ്റ് എന്ന്. അപ്പോൾ ചാൾസ് ഒന്നാമൻ്റെ അധികാരങ്ങളെല്ലാം വെട്ടിക്കുറച്ചു. അങ്ങനെ കൊണ്ടുവന്ന് ഈ നിയമങ്ങൾ നിർമ്മിച്ച പാർലമെൻറ്റ് അറിയപ്പെടുന്നതാണ് ലോങ് പാർലമെൻറ്റ്. ലോങ് പാർലമെൻറ്റിൻ്റെ കാലഘട്ടം 1640 മുതൽ 1660 വരെയുള്ള 20 വർഷമാണ്. അപ്പോൾ ചാൾസ് ഒന്നാമൻ്റെ അധികാരങ്ങൾ വെട്ടിക്കുറച്ചുകൊണ്ട് വന്ന പാർലമെൻറ്റാണ് ലോങ് പാർലമെൻറ്റ്. ഈ പാർലമെൻറ്റിൻ്റെ കാലഘട്ടം 1640 മുതൽ 1660 വരെയുള്ള 20 വർഷക്കാലമാണ്. ട്രിനിയൽ ആക്ട് 1641 ബന്ധപ്പെട്ട പാർലമെൻറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ലോങ് പാർലമെൻറ്റാണ്. ലോങ് പാർലമെൻറ്റ് നിലനിൽക്കെ രാജാവും പാർലമെൻറ്റുമായുള്ള തർക്കങ്ങൾ ഇംഗ്ലണ്ടിലെ ആഭ്യന്തര യുദ്ധത്തിന് കാരണമായി. അടുത്തത് പറയുന്നത് കോമൺവെൽത്ത് കാലഘട്ടത്തെക്കുറിച്ചാണ്. ആഭ്യന്തര യുദ്ധത്തിൽ രാജാവിൻ്റെ സേനയും പാർലമെൻറ്റ് സേനയും നേരിട്ട് പോരാടുകയും പാർലമെൻറ്റ് സേന മേൽക്കൈ നേടുകയും ചെയ്തു. രാജാവിൻ്റെ സൈന്യത്തെ പരാജയപ്പെടുത്തി പാർലമെൻറ്റ് വിജയിച്ചതിനെ തുടർന്ന് അധികാരത്തിൽ വന്നത് ഒലിവർ ക്രോംവെല്ലാണ്. അപ്പം പാർലമെൻറ്റിൻ്റെ സൈന്യവും രാജാവിൻ്റെ സൈന്യവും തമ്മിൽ പോരടിക്കുന്നു. ഇതിൽ പാർലമെൻറ്റിൻ്റെ സൈന്യം ജയിക്കുന്നു. പിന്നെ പാർലമെൻറ്റ് സേന മേൽക്കൈ നേടുന്നു. അപ്പോൾ രാജാവിൻ്റെ സൈന്യത്തെ പരാജയപ്പെടുത്തുന്നു. പിന്നീട് പാർലമെൻറ്റിൻ്റെ വിജയത്തിനെ തുടർന്ന് അധികാരത്തിൽ വരുന്നത് ആരാണ്? അത് ഒലിവർ ക്രോംവെല്ലാണ്. ഇംഗ്ലണ്ടിലെ ആഭ്യന്തര സംഘർഷത്തിൽ പാർലമെൻറ്റിനെ സഹായിക്കാൻ ഒലിവർ ക്രോംവെൽ രൂപീകരിച്ച സേനയാണ് ന്യൂ മോഡൽ ആർമി. അപ്പോൾ പരീക്ഷയ്ക്ക് നമ്മളോട് ചോദിക്കാം, ന്യൂ മോഡൽ ആർമി ആര് രൂപീകരിച്ച സേനയാണ്? ഒലിവർ ക്രോംവെൽ. തിരിച്ചും ചോദിക്കാം, ഇംഗ്ലണ്ടിലെ ആഭ്യന്തര സംഘർഷത്തിൽ പാർലമെൻറ്റിനെ സഹായിക്കാൻ ഒലിവർ ക്രോംവെൽ രൂപീകരിച്ച സേന ഏതാണ്? ന്യൂ മോഡൽ ആർമിയാണ്. അപ്പോൾ ആഭ്യന്തര സംഘർഷത്തിന് ശേഷം പാർലമെൻറ്റിൻ്റെ മേൽക്കോയ്മയെ തുടർന്ന് ആരാണ് അധികാരത്തിൽ വരുന്നത്? ഒലിവർ ക്രോംവെല്ലാണ്. ആ ഒലിവർ ക്രോംവെൽ രൂപീകരിച്ച സേനയാണ് ന്യൂ മോഡൽ ആർമി. 1949 ജനുവരി 30 റം പാർലമെൻറ്റ് രാജ്യദ്രോഹ കുറ്റം ചുമത്തി വധശിക്ഷയ്ക്ക് വിധിച്ച ഇംഗ്ലണ്ടിലെ രാജാവാണ് ചാൾസ് ഒന്നാമൻ.
ഒലിവർ ക്രോംവെല്ല് തൻ്റെ അനുയായികളെ മാത്രം ഉൾപ്പെടുത്തി രൂപീകരിച്ച പാർലമെൻറ്റിൻ്റെ സംവിധാനമാണ് റം പാർലമെൻറ്റ് അല്ലെങ്കിൽ അവശിഷ്ട പാർലമെൻറ്റ്. എന്താണ് റം പാർലമെൻറ്റ്? അത് ഒലിവർ ക്രോംവെല്ല് തൻ്റെ അനുയായികളെ, അതായത് അദ്ദേഹത്തിന് വേണ്ടപ്പെട്ടവരെ മാത്രം ഉൾപ്പെടുത്തി രൂപീകരിച്ച പാർലമെൻറ്റാണ് അവശിഷ്ട പാർലമെൻറ്റ് അല്ലെങ്കിൽ റം പാർലമെൻറ്റ് എന്ന് പറയുന്നത്. ഒലിവർ ക്രോംവെല്ലിനെ അനുകൂലിക്കാത്ത ആളുകൾ പാർലമെൻറ്റിൽ പ്രവേശിക്കുന്നത് പട്ടാളക്കാർ തടഞ്ഞപ്പോൾ ഉണ്ടായ സംഭവ വികാസങ്ങളാണ് പ്രൈഡ്സ് പർച്ച് എന്നറിയപ്പെടുന്നത്. പ്രൈഡ്സ് പർച്ച് എന്നാൽ എന്താണ്? ഒലിവർ ക്രോംവെല്ലിനെ അനുകൂലിക്കാത്ത ആളുകൾ, അതായത് അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യാത്ത ആളുകൾ പാർലമെൻറ്റിൽ പ്രവേശിക്കുന്നത് പട്ടാളക്കാർ തടഞ്ഞു. ഇതിനെ തുടർന്നുണ്ടായ സംഭവമാണ് പ്രൈഡ്സ് പർച്ച് എന്ന് അറിയപ്പെടുന്നത്. ഒലിവർ ക്രോംവെൽ അറിയപ്പെട്ടത് ലോർഡ് പ്രൊട്ടക്ടർ, സംരക്ഷകനായ പ്രഭു എന്നാണ്. ലോർഡ് പ്രൊട്ടക്ടർ എന്നറിയപ്പെട്ടത് ആരാണ്? ഒലിവർ ക്രോംവെൽ ആണ്. ഇംഗ്ലീഷ് നെപ്പോളിയൻ എന്നും അപരനാമത്തിൽ ഒലിവർ ക്രോംവെൽ അറിയപ്പെടുന്നു. അപ്പോൾ ഇംഗ്ലീഷ് നെപ്പോളിയൻ അല്ലെങ്കിൽ ലോർഡ് പ്രൊട്ടക്ടർ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? അത് ഒലിവർ ക്രോംവെൽ ആണ്. ഒലിവർ ക്രോംവെല്ലിന് കീഴിലുള്ള പാർലമെൻറ്റ് ഭരണകാലം ആണ് കോമൺവെൽത്ത് കാലഘട്ടം എന്നറിയപ്പെടുന്നത്. അത് 1649 മുതൽ 1660 വരെയുള്ള കാലഘട്ടമാണ്. രാജവാഴ്ചയില്ലാത്ത കാലഘട്ടം എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചത് 1649 മുതൽ 1660 വരെയുള്ള ഒലിവർ ക്രോംവെല്ലിൻ്റെ കാലഘട്ടത്തെയാണ്. ഇംഗ്ലണ്ടിൽ ആഭ്യന്തര യുദ്ധം അവസാനിപ്പിച്ചുവെങ്കിലും പാർലമെൻറ്റിന് മേൽ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ടാണ് ഒലിവർ ക്രോംവെല്ല് ഭരണം നടത്തിയിരുന്നത്. അടുത്തതാണ് മഹത്തായ വിപ്ലവം. ഒലിവർ ക്രോംവെല്ലിന് ശേഷം ഇംഗ്ലണ്ടിൽ രാജവാഴ്ച പുനഃസ്ഥാപിച്ച് അധികാരത്തിൽ വന്ന ഭരണാധികാരിയായിരുന്നു ചാൾസ് രണ്ടാമൻ. ചാൾസ് ഒന്നാമനെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നു. ഒലിവർ ക്രോംവെല്ലിന് ശേഷം 1660 ശേഷം ഇംഗ്ലണ്ടിൽ രാജവാഴ്ച പുനഃസ്ഥാപിക്കുന്നു വീണ്ടും. അതിനുശേഷം അധികാരത്തിൽ വരുന്നതാണ് ചാൾസ് രണ്ടാമൻ. 1685 ചാൾസ് രണ്ടാമൻ്റെ മരണശേഷം അധികാരത്തിലെത്തിയ രാജാവാണ് ജെയിംസ് രണ്ടാമൻ. അപ്പോൾ 1685 ചാൾസ് രണ്ടാമൻ മരിക്കുന്നു. അദ്ദേഹത്തിന് ശേഷം അധികാരത്തിലെത്തുന്നത് ജെയിംസ് രണ്ടാമനാണ്. ബ്രിട്ടീഷ് പാർലമെൻറ്റും ജെയിംസ് രണ്ടാമനും തമ്മിലുള്ള തർക്കത്തിന് കാരണം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ജെയിംസിൻ്റെ പ്രകടമായ മതപ്രീണനവും ഫ്രാൻസുമായുള്ള അടുത്ത നയതന്ത്ര ബന്ധവുമായിരുന്നു. അപ്പോൾ ബ്രിട്ടീഷ് പാർലമെൻറ്റും ജെയിംസ് രണ്ടാമനും തമ്മിൽ തർക്കങ്ങളുണ്ടാകുന്നു. ഇതിന് കാരണം എന്താണ്? ഈ ജെയിംസ് രണ്ടാമന് അദ്ദേഹത്തിൻ്റെ ആ പ്രകടമായ മതപ്രീണനവും ഫ്രാൻസുമായുള്ള അടുത്ത നയതന്ത്ര ബന്ധവുമായിരുന്നു ഇതിന് കാരണം. 1688 ഇംഗ്ലണ്ടിൽ നടന്ന രക്തരഹിത അട്ടിമറിയാണ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം. എന്നാണ്? 1688 ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം. ഈ 1688 രക്തരഹിതമായ മഹത്തായ വിപ്ലവത്തെ തുടർന്ന് ജെയിംസ് രണ്ടാമന് സ്ഥാനം നഷ്ടമാകുന്നു. ജെയിംസ് രണ്ടാമൻ എവിടെ അഭയം നേടുന്നു? ഫ്രാൻസിൽ അഭയം തേടുന്നു. ആ മഹത്തായ വിപ്ലവത്തിൻ്റെ വർഷം, ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തിൻ്റെ വർഷം ചോദിച്ചാൽ 1688. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം അറിയപ്പെടുന്നത് രക്തരഹിത വിപ്ലവം, പ്യൂരിറ്റൻ വിപ്ലവം എന്നൊക്കെയാണ്. മഹത്തായ വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ഇംഗ്ലീഷുകാരനാണ് ജോൺ ഹാംപ്ടൺ. രക്തരഹിത വിപ്ലവത്തെ തുടർന്ന് ഇംഗ്ലണ്ടിൽ അധികാരത്തിൽ വന്നത് മേരി സെക്കൻഡും വില്യം മൂന്നാമനുമാണ്. അപ്പം ഈ മഹത്തായ വിപ്ലവം എന്ന പദം ഉപയോഗിച്ചത് ആരാണ്? ജോൺ ഹാംപ്ടൺ ആണ്. ചാൾസ് രണ്ടാമൻ എവിടെ അഭയം തേടുന്നു? ഫ്രാൻസിൽ അഭയം തേടുന്നു. ഈ മഹത്തായ വിപ്ലവത്തെ തുടർന്ന് ഇംഗ്ലണ്ടിൽ വീണ്ടും അധികാരത്തിൽ വരുന്നത് മേരി സെക്കൻഡും വില്യം തേർഡുമാണ്. രാജവാഴ്ചയുടെ സമ്പൂർണ്ണ അധികാരത്തിന് മേൽ പാർലമെൻറ്റ് കൂടുതൽ നിയന്ത്രണം നേടാൻ കാരണമായ നിയമങ്ങളാണ് അവകാശ നിയമം അല്ലെങ്കിൽ ബിൽ ഓഫ് റൈറ്റ്. രാജവാഴ്ചയുടെ സമ്പൂർണ്ണ അധികാരത്തിന് മേൽ പാർലമെൻറ്റ് കൂടുതൽ നിയന്ത്രണം നേടാൻ, അതായത് പാർലമെൻറ്റ് രാജവാഴ്ചയുടെ കാര്യത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു. ഇതിന് കാരണമായ നിയമങ്ങളാണ് ബിൽ ഓഫ് റൈറ്റ് അല്ലെങ്കിൽ അവകാശ നിയമം എന്നറിയപ്പെടുന്നത്. പാർലമെൻറ്റ് അവകാശ നിയമം പാസ്സാക്കിയത് 1689. പാർലമെൻറ്റ് ബിൽ ഓഫ് റൈറ്റ്സ് പാസ്സാക്കുന്നത് 1689. പാർലമെൻറ്റ് അവകാശ നിയമത്തിൽ ഒപ്പുവെച്ചത് മേരി സെക്കൻഡും വില്യം തേർഡുമാണ്. ഈ ബിൽ ഓഫ് റൈറ്റ്സിൻ്റെ അവകാശ നിയമത്തിൻ്റെ പരിണിത ഫലങ്ങളാണ് ആധുനിക ജനാധിപത്യത്തിന് തുടക്കം കുറിച്ചു. ജനങ്ങൾ അഭിപ്രായ സ്വാതന്ത്ര്യം നേടി. പാർലമെൻറ്റിന് പരമാധികാരം ലഭിച്ചു.
അടുത്തതാണ് വ്യവസായ വിപ്ലവം. വ്യാവസായിക വിപ്ലവം 1760 മുതൽ 1840 വരെയാണ്. 1760 1840. 18-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ ആരംഭിച്ച സമൂലമായ പരിവർത്തനമാണ് വ്യാവസായിക വിപ്ലവം. വ്യാവസായിക വിപ്ലവം ഏത് കാലഘട്ടമാണ്? 18-ാം നൂറ്റാണ്ടാണ്. യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തം ഉൽപ്പാദന രംഗത്തുണ്ടാക്കിയ മാറ്റങ്ങൾ അറിയപ്പെടുന്നതാണ് വ്യാവസായിക വിപ്ലവം. വ്യാവസായിക വിപ്ലവത്തിൻ്റെ പ്രധാന സവിശേഷതയാണ് മനുഷ്യോദ്ധാനത്തിൻ്റെ സ്ഥാനത്ത് യന്ത്രോപകരണങ്ങൾ സ്ഥാനം നേടിയത്. വ്യാവസായിക വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച യൂറോപ്യൻ പണ്ഡിതനാണ് ജോർജ് മിഷ്ലറ്റ്. അതുപോലെ തന്നെ ഫെഡറിക് ഏംഗൽസും, ജർമ്മനിക്കാരനായ ഫെഡറിക് ഏംഗൽസ്, ഫ്രാൻസുകാരനായ ജോർജ് മിഷ്ലറ്റ് എന്നിവരാണ് വ്യാവസായിക വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. കാർഷിക വ്യാവസായിക വിപ്ലവങ്ങൾക്ക് തുടക്കം കുറിച്ച രാജ്യം ഇംഗ്ലണ്ടാണ്. ലോകത്ത് ആദ്യമായി തൊഴിലാളി സംഘടനകളെ അംഗീകരിച്ച രാജ്യവും ഇംഗ്ലണ്ടാണ്. അപ്പോൾ കാർഷിക വ്യാവസായിക വിപ്ലവങ്ങൾക്ക് തുടക്കം കുറിച്ച രാജ്യം ഇംഗ്ലണ്ടാണ്. അതുപോലെ തന്നെ ലോകത്ത് ആദ്യമായി തൊഴിലാളി സംഘടനകളെ അംഗീകരിച്ച രാജ്യവും ഇംഗ്ലണ്ട് തന്നെയാണ്. എന്തൊക്കെയായിരുന്നു ഈ വ്യാവസായിക വിപ്ലവത്തിൻ്റെ കാരണങ്ങൾ? ബ്രിട്ടനിലെ പ്രാദേശിക ബാങ്കുകളുടെ വികസനം, ജനസംഖ്യാ വർധനവ്, റെയിൽവേ നിർമ്മാണത്തിലുണ്ടായ പുരോഗതി, രാജ്യത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ കിടപ്പും വിവിധ ഭാഗങ്ങളിൽ ബ്രിട്ടനുള്ള കോളനികളും, ബ്രിട്ടനിലുണ്ടായ കാർഷിക വിപ്ലവം, ബ്രിട്ടനിൽ മഹാനഗരങ്ങൾ കൂടുതലായി ഉയർന്നു വന്നത്, കനാൽ വഴിയുള്ള ഗതാഗത സൗകര്യം വർദ്ധിച്ചത്, ബ്രിട്ടൻ്റെ രാഷ്ട്രസ്ഥിരത, ഏകീകൃത നാണയവ്യവസ്ഥ, നിയമവ്യവസ്ഥ എന്നിവയൊക്കെയാണ് ഈ വ്യാവസായിക വിപ്ലവത്തിൻ്റെ കാരണങ്ങളായിട്ട് പറയുന്നത്. 18-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ട് കടന്നുപോയ പ്രധാന സാമ്പത്തിക മാറ്റത്തിന് തുടക്കം കുറിച്ചത് കാർഷിക വിപ്ലവമാണ്. 1780 മുതൽ ബ്രിട്ടീഷ് വ്യവസായത്തിൻ്റെ പ്രതീകമായി നിലകൊണ്ട വ്യവസായമാണ് പരുത്തി വ്യവസായം. 17-ാം നൂറ്റാണ്ട് മുതൽ ബ്രിട്ടൻ പരുത്തി തുണിക്കും അസംസ്കൃത പരുത്തിക്കും ആശ്രയിച്ചിരുന്നത് ഇന്ത്യയെയാണ്. വസ്ത്രനിർമ്മാണ രംഗത്ത് ആദ്യമായി കണ്ടുപിടിച്ച യന്ത്രമാണ് ഫ്ലൈയിങ് ഷട്ടിൽ. ജോൺ കെയ്യാണ് 1773 ഈ മെഷീൻ കണ്ടുപിടിക്കുന്നത്. ഇംഗ്ലണ്ടിലെ വ്യവസായങ്ങൾക്ക് ആവശ്യമായ പ്രധാന അസംസ്കൃത വസ്തുക്കൾ കൽക്കരിയും ഇരുമ്പുമായിരുന്നു. റെയിൽവേയുടെ കണ്ടുപിടുത്തം വ്യവസായവൽക്കരണ പ്രക്രിയയുടെ 2-ാം ഘട്ടത്തിലേക്ക് നമ്മളെ നയിച്ചു. വ്യാവസായിക വിപ്ലവം സ്ത്രീകളുടെയും കുട്ടികളുടെയും തൊഴിൽ സാഹചര്യങ്ങളിൽ വലിയ മാറ്റങ്ങൾക്കിടയാക്കി. റൊട്ടിയുടെ വിലവർധനയിൽ പ്രതിഷേധിച്ച് പൊട്ടിപ്പുറപ്പെട്ട ലഹളകൾ അറിയപ്പെടുന്നത് റൊട്ടി ലഹള എന്നാണ്. ഇത് 1790 ഇംഗ്ലണ്ടിൽ നടന്നതാണ് റൊട്ടി ലഹള. തങ്ങളുടെ ദുരിതത്തിന് കാരണമായ യന്ത്രങ്ങളാണെന്ന് കരുതിയ തൊഴിലാളികൾ രൂപം കൊടുത്ത പ്രസ്ഥാനമാണ് ലൂഡിസം. ലൂഡിസം ഒക്കെ അപ്പോൾ എന്തുമായി ബന്ധിച്ചത്? അത് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവമാണ് കേട്ടോ. ഇംഗ്ലണ്ടിൽ ലൂഡിസം ആരംഭിച്ചത് നെഡ് ലൂഡ് ആണ്. വ്യാവസായിക വിപ്ലവത്തിൻ്റെ ഫലമായുണ്ടായ തൊഴിലാളി പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായ സംഭവമാണ് 1819 പീറ്റർലൂ കൂട്ടക്കൊല. പീറ്റർലൂ കൂട്ടക്കൊല എന്നാണ്? 1819 പീറ്റർലൂ കൂട്ടക്കൊല. വ്യാവസായിക വിപ്ലവത്തിൻ്റെ ഫലമായുണ്ടായ തൊഴിലാളി പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായ സംഭവമാണ്. വനിതകൾക്ക് വോട്ടവകാശം നേടിയെടുക്കാൻ രൂപം കൊണ്ട സംഘടനയാണ് സഫ്രഗറ്റി പ്രസ്ഥാനം. ഫാക്ടറികളിലെ കഠിനമായ തൊഴിൽ സാഹചര്യങ്ങൾക്കെതിരെ ഇംഗ്ലണ്ടിൽ രാഷ്ട്രീയ പ്രതിഷേധങ്ങൾ വർദ്ധിച്ചു വന്നിരുന്നു. സാമ്പത്തിക ക്ലേശങ്ങളും രാഷ്ട്രീയ അവകാശ നിഷേധങ്ങളും മൂലം ഇംഗ്ലണ്ടിലെ തൊഴിലാളികൾക്കിടയിൽ വളർന്നു വന്ന ബഹുജന വിപ്ലവ പ്രസ്ഥാനമാണ് ചാർട്ടിസ്റ്റ് പ്രസ്ഥാനം. അതായത് തൊഴിലാളികൾക്ക് വോട്ടവകാശം നേടുന്നതിന് വേണ്ടി പ്രവർത്തിച്ച സംഘടനയാണ് ചാർട്ടിസ്റ്റ് പ്രസ്ഥാനം. വ്യക്തിയുടെ പൂർണ്ണമായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുന്ന ചിന്തകർ ഉടലെടുത്ത കാലഘട്ടം കൂടിയായിരുന്നു ഈ വ്യാവസായിക വിപ്ലവത്തിൻ്റെ കാലഘട്ടം. നവോത്ഥാനത്തിൻ്റെ ഫലമായി ശാസ്ത്രരംഗത്തുണ്ടായ പുരോഗതിയാണ് ജ്ഞാനോദയം. നവോത്ഥാനത്തിൻ്റെ ഫലമായി ശാസ്ത്രരംഗത്തുണ്ടായ പുരോഗതി എന്താണത്? ജ്ഞാനോദയമാണ്. മധ്യകാല യൂറോപ്പിലെ വിവിധ തൊഴിൽ മേഖലകളിലെ വിദഗ്ധരുടെ സംഘങ്ങൾ ഗിൽഡുകൾ എന്ന് അറിയപ്പെടുന്നു. വ്യാപാര ഗിൽഡുകൾ, കരകൗശല ഗിൽഡുകൾ എന്നിങ്ങനെ 2 തരം ഗിൽഡുകൾ നിലവിലുണ്ടായിരുന്നു. വ്യാപാര ഗിൽഡുകളുടെ വളർച്ച ലക്ഷ്യമാക്കി പട്ടണങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് രൂപീകരിച്ചതാണ് നഗരാന്തര ലീഗുകൾ. യൂറോപ്പിലെ വിവിധ നഗരങ്ങളിലെ വ്യാപാര പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചിരുന്ന സംഘങ്ങളാണ് ഹാൻസിയാറ്റിക് ലീഗ് എന്ന് അറിയപ്പെടുന്നത്. വ്യാവസായിക വിപ്ലവത്തിൻ്റെ ഫലങ്ങൾ, ഗുണങ്ങളും ദോഷങ്ങളും നമുക്ക് നോക്കാം. ഗുണങ്ങളാണെങ്കിൽ
പുതിയ വ്യാവസായിക നഗരങ്ങളുടെ രൂപീകരണം, വ്യവസായ മുതലാളിമാർ എന്ന വർഗത്തിൻ്റെ ആവിർഭാവം, പുതിയ കച്ചവട കമ്പോളത്തിന് വേണ്ടിയുള്ള കിടമത്സരം, ശാസ്ത്ര സാങ്കേതിക രംഗത്തെ പുതിയ ഉണർവ്. ഇനി ഇതിൻ്റെ ദോഷങ്ങൾ ചോദിച്ചാലോ? മുതലാളിമാരുടെ രൂക്ഷമായ ചൂഷണവും തൊഴിലാളി വിഭാഗം കൂലിപ്പണിക്കാരായി അധപ്പതിച്ചതും, സ്ത്രീകൾക്കും കുട്ടികൾക്കും കുറഞ്ഞ വേതനം മാത്രം ലഭിച്ചു, ജനസംഖ്യാ വർധനവ് പകർച്ചവ്യാധികൾ മൂലമുള്ള മരണത്തിന് കാരണമാകുന്നു, ബാലവേല വർദ്ധിക്കാൻ കാരണമായി. ഇവയൊക്കെയാണ് വ്യവസായ വിപ്ലവത്തിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും. അപ്പോൾ നമ്മൾ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തെക്കുറിച്ചാണ് പഠിച്ചത്. എല്ലാ കാര്യങ്ങളും തന്നെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യാവസായിക വിപ്ലവത്തിൻ്റെ കാലഘട്ടം, അതുപോലെ തന്നെ മേരി സെക്കൻഡ്, വില്യം തേർഡ്, ചാൾസ് ഒന്ന്, അതുപോലുള്ള ചാൾസ് സെക്കൻഡ്, ഈ പേരുകളെല്ലാം നമ്മളൊന്ന് ഓർമ്മയിൽ സൂക്ഷിച്ചിരിക്കണം. കാരണം ഇതിവിടെ ഈ ഭാഗത്തു നിന്ന് സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലായിരിക്കും ഉറപ്പായിട്ടും നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പോൾ ക്ലാസ്സുകൾ കാണുക, ഫോളോ ചെയ്യുക. ക്വസ്റ്റ്യൻ പേപ്പർ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സിൽ വരുന്ന ചാനലുകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്കും എത്തിക്കുക. അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.